ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് 4ാമത്തെ മൊഡ്യൂളിൻ്റെ ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എന്താണ് ക്രൈസിസ് കൗൺസിലിംഗ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു ക്രൈസിസ് ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ് മെത്തേഡാണ് എന്നുള്ളത് ക്ലിയർ ആണ്. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്താണ് ക്രൈസിസ് കൗൺസിലിംഗ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ ഞാൻ അടങ്ങുന്ന നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ എടുക്കുവാണെങ്കിൽ എല്ലാ ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ ഒന്ന് സ്റ്റേബിളായിട്ട് ലൈഫിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? റാദർ ദാൻ ഹാവിങ് എ ലൈഫ് ഫുൾ ഓഫ് പ്രോബ്ലംസ്, ഇല്ലേ? ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളതിനേക്കാളും നല്ലത് നമ്മളൊരു ഹാപ്പി ആയിട്ട് സ്റ്റേബിളായിട്ട് ജീവിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മൾ അടങ്ങുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റേബിൾ, അതായത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വരുന്നതെന്ന് വെച്ചാൽ, സോ നമുക്കറിയാം ഇറ്റ് കോസസ് എ മേജർ ഡിസ്റ്റർബൻസ്, ഇല്ലേ? നമ്മളൊരു സ്റ്റേബിൾ ലൈഫിൽ ജീവിച്ച് പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ക്രൈസിസ്, ഇതേപോലത്തെ ഒരു ഡിസാസ്റ്റർ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? വിൽ ബി കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ്, അല്ലേ? സോ അങ്ങനെ ഡിപ്രസ്ഡ് ആവുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിനെ അത് ശരിക്കും ബാധിക്കും. ഏതൊക്കെ രീതിയിൽ? നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. സോ അത് കാരണം ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെ സ്ട്രെസ് ആവുന്ന സിറ്റുവേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ടെമ്പററി സ്ട്രെസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രിവാലൻ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടാവും ലൈഫിൽ. ആ ഒരു ബാലൻസ് നമുക്ക് എന്ത് പറ്റും? നമുക്ക് ആ ഒരു ബാലൻസ് താളം അങ്ങ് തെറ്റിപ്പോവും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? ആ പേഴ്സൺ ഹീ വിൽ എക്സ്പീരിയൻസ് സർട്ടൻ ക്രൈസിസ്. അപ്പോൾ ഈ ഒരു ക്രൈസിസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യണം? റീഗെയിൻ ചെയ്യണം, എങ്കിലേ നമ്മൾ സ്റ്റേബിൾ ആവുള്ളൂ. സോ അങ്ങനെ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അസിസ്റ്റൻസ് എക്സ്റ്റേണലി നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. സോ ഇങ്ങനെ ഓഫർ ചെയ്യുന്ന എക്സ്റ്റേണൽ അസിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാം? കൗൺസിലിംഗ് എന്ന് പറയാം. സോ വി ക്യാൻ സേ, എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് ആ ഇൻഡിവിജ്വലിൻ്റെ ഡിസ്ട്രെസ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ അസിസ്റ്റൻസിനെയാണ് എന്ത്? കൗൺസിലിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയാം. അപ്പോൾ ക്ലിയർ ആയ എന്താണ് കൗൺസിലിംഗ്? അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ക്രൈസിസ്, എന്താണ് കൗൺസിലിംഗ് എന്നുള്ളത് നോക്കാം. ഒരു ഇൻട്രോ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ക്രൈസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ഹൗ ആൻ ഇൻഡിവിജ്വൽ റിയാക്ട്സ് ടു എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ലൈഫ് എക്സ്പീരിയൻസ് ദാറ്റ് അഫക്ട്സ് ഹിസ് ഓർ ഹെർ സ്റ്റെബിലിറ്റി ആൻഡ് എബിലിറ്റി ടു കോപ്പ് വിത്ത് എ ഫങ്ഷൻ, അല്ലേ? ഒരു പെർട്ടിക്കുലർ സ്ട്രെസ്ഫുൾ ലൈഫിനെ എങ്ങനെയാണ് അവൻ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ അതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതാണ് എന്ത്? ക്രൈസിസ് എന്ന് പറയണത്. അപ്പോൾ ക്രൈസിസ് എന്ന് പറയുന്നത് ആസ് എനി സിറ്റുവേഷൻ, ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച്, ഏത് സിറ്റുവേഷൻ ആവാം, ദ ഇൻഡിവിജ്വൽ പെർസീവ്സ് എ സഡൻ ലോസ് ഓഫ് ഹർ എബിലിറ്റി, ഹിസ് ഓർ ഹർ എബിലിറ്റി ടു സോൾവ് എ പെർട്ടിക്കുലർ പ്രോബ്ലം ആൻഡ് ടു കോപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. അതായത് ഒരു പെർട്ടിക്കുലർ സോൾവ് ചെയ്യാനുണ്ടാവുന്ന ഡിഫിക്കൽട്ടി, അതേപോലെ അത് ഫേസ് ചെയ്യും, പിന്നെ അത് നമുക്ക് തരണം ചെയ്യാൻ കൂടെ വേണം. അത് ഫേസ് ചെയ്യണം, അത് ഓവർകം ചെയ്യണം. സോ ആ ഒരു എബിലിറ്റി ലോസിനെയാണ് നമ്മൾ എന്ത് പറയണത്? ക്രൈസിസ് എന്ന് പറയണത്. ഇനി കുറച്ചും കൂടെ ഹയർ ടേമിൽ പറയുവാണെങ്കിൽ, ക്രൈസിസ് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ അക്യൂട്ട് ഡിസ്റപ്ഷൻ ഓഫ് സൈക്കോളജിക്കൽ ഹോമിയോസ്റ്റാറ്റസ്, ദാറ്റ് ഇസ് ബാലൻസ്, ഇൻ വിച്ച് വൺ ഈസ് യൂഷ്വലി കോപ്പിംഗ് വിത്ത്, അല്ലേ? യൂഷ്വലി ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ എന്താ ഫെയിലായിട്ട് ആളെന്തിലേക്ക് പോകും? ഒരു ഡിസ്ട്രെസ്ഡ് സിറ്റുവേഷനിലേക്ക് പോകും. So and there exists evidence of distress and functional impairment. So ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ക്രൈസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പേഴ്സണൽ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പീപ്പിൾ ഇൻ വിച്ച് ദ കൗൺസിലർ ബൈ മീൻസ് ഓഫ് എ റിലേഷൻഷിപ്പ് ആൻഡ് ഹിസ് സ്പെഷ്യൽ കോമ്പീറ്റൻസീസ് provide a learning situation in which the counselee, a normal sort of person, is helped to know himself and his present and possible future situations so that
He can make use of characteristic and potentialities in which that is both satisfied to himself and benefit of society, and can learn how to solve for future problems and meet future needs. ഈ ഡെഫിനിഷൻ ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഫോം ചെയ്യാം. എന്താണ് കൗൺസിലിംഗ്? അതൊരു കൗൺസിലറും ഈ പറയുന്ന കൗൺസിൽ ചെയ്യുന്ന ആളും അതിനെയാണ് നമ്മൾ കൗൺസിലർ എന്ന് പറയണത്. അതേപോലെ അണ്ടർഗോ ചെയ്യുന്ന ആളും ഇവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷനാണ് എന്ത് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. എന്താ സംഭവിക്കുന്നത്? കൗൺസിലർ എന്ത് ചെയ്യും? ഹി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കൗൺസിലിംഗ് അണ്ടർഗോ ചെയ്യുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി അയാളുടെ സിറ്റുവേഷൻ എന്താണോ ആ ഒരു ലെവലിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് അയാളെ ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഫേസ് ടു ഫേസ് ഇൻ്ററാക്റ്റീവ് മെത്തഡാണെന്ത് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ ഇതാണ് എന്ത് ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കാര്യം, എന്താണ് ക്രൈസിസ്, ഇനി എന്താണ് കൗൺസിലിംഗ്, ടേംസ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ക്രൈസിസ് കൗൺസിലിംഗ് ഒക്കേഴ്സ് when a client who is destabilized engage the service of a counselor. അല്ലേ, ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് അയാളുടെ ഒരു ബാലൻസ് പോയി സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ഒന്ന് കയറി വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് എന്ത് നമ്മൾ പറയുന്നത് ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ദ പേഴ്സൺ ഈസ് അൺഏബിൾ ടു കോപ്പ് വിത്ത് ഇവൻറ്റ്സ് in his or her life and consequently may be wrecked by destructive feelings of self-doubt ആവാം, ആൻസൈറ്റി ആവാം, ഗിൽറ്റി ആവാം, ആൻഡ് മേ ബി എൻഗേജ്ഡ് ഇൻ ഹേർട്ട്ഫുൾ ബിഹേവിയർ. സോ ഈ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ പോകും. സെൽഫ് ഡൗട്ട് വരും, ആങ്സൈറ്റി വരും, ഗിൽറ്റി ഫീലിംഗ് വരും, അതേപോലെ ഒരുപാട് വേറെ ആവശ്യമില്ലാത്ത ചിന്താഗതികളിലേക്ക് പോകും. So this crisis needs immediate attention, otherwise there is a risk of further personality or behavioral deterioration. അല്ലേ, നമുക്ക് ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് ആവശ്യമാണ്. ഇനി എന്താണ് ക്രൈസിസ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ എമർജൻസി ആൻഡ് ടെമ്പററി കെയർ ഗിവൺ ടു ആൻ ഇൻഡിവിജ്വൽ because of unusual stress in his or her life that renders them unable to function as they normally would. അല്ലേ, സാധാരണഗതിയിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അത് ചെയ്യാൻ പറ്റായിക ആവുന്ന സിറ്റുവേഷൻ ഡ്യൂ ടു എ സർട്ടൻ ക്രൈസിസ്. അല്ലേ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് എമർജൻസി ആയിട്ടുള്ള ഒരു ടെമ്പറൽ കെയർ ആ ഇൻഡിവിജ്വലിന് കൊടുക്കണം. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയണത് ക്രൈസിസ് ഇൻ്റർവെൻഷൻ എന്ന് പറയണത്. Next one, what are the goals of crisis counseling? The primary goal of crisis counseling is to attain the quickest possible relief of the external and internal symptoms of the crisis. അല്ലേ, ആദ്യമേ നമുക്ക് ചെയ്യേണ്ട എന്താണ്? അതിൽ നിന്നൊന്ന് പെട്ടെന്ന് റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലിരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ലെവൽ വരെ പോവാം. ആ വേഴ്സ്റ്റ് ലെവലിൽ നിന്നും അയാളെ ഒരു ബെറ്റർ ലെവലിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദ ഗോൾ ഓഫ് ക്രൈസിസ് കൗൺസിലിംഗ് ക്യാൻ ബി സമ്മറൈസ്ഡ് as help the person return to the usual level of functioning, decrease the anxiety, help people who are in crisis recognize and correct behaviors and cognitive distortions, teach crisis solving techniques and give more assistance after immediate help is received. Okay, ഇനിയുണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. എന്തൊക്കെയാണ്? സേഫ്റ്റി എൻഷുർ ചെയ്യുക, ദാറ്റ് ഇസ് എൻഷുർസ് ദ ഇൻഡിവിജ്വൽ ഈസ് സേഫ്, എനി റിസ്ക് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ഓർ റിസോഴ്സസ് ഇഫ് അവൈലബിൾ ഹാവ് ബീൻ പ്രൊവൈഡഡ്. പിന്നെ സ്റ്റെബിലിറ്റി എൻഷുർസ് ചെയ്യുക. അതേപോലെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ensures that the individual is stable and has a short-term plan which includes the mastery of self and emergency or disaster situation. ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്ത് ഒരു ഷോർട്ട് ടേം പ്ലാൻ, അതായത് ഇൻഡിവിജ്വൽ സ്റ്റേബിൾ ആക്കുക, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഓക്കെ എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക? ആൾക്ക് വേണ്ടിയിട്ടുള്ള കണക്ഷൻസ്. എന്താണ് കണക്ഷൻസ് എന്ന് പറയുന്നത്? ഇത് ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട്സും കോണ്ടാക്ട്സും. സോ അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കരിയർ കൗൺസിലിങ്ങിൻ്റെ ഹെൽപ്പോ കാര്യങ്ങളോ വേണോ എന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്.
നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആൻ എഫക്റ്റീവ് ക്രൈസിസ് കൗൺസിലർ. ഒരു എഫക്റ്റീവ് ക്രൈസിസ് കൗൺസിലറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എടുക്കുകയാണെങ്കിൽ എന്താണ്? ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാവണം, നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കണം, നോൺ റിയാക്റ്റീവ് ആയിരിക്കണം, ഹൈ ടോളറൻസ് ഉണ്ടാവണം, സ്പെസിഫിക് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം അല്ലേ? അപ്പോൾ ഒന്നെന്ന് പറയുന്നത് സെൽഫ് അവയർനെസ്. അയാൾ എന്ത് ചെയ്യണം? ഹി ഷുഡ് നോ ഹിം ഓർ ഹെർ ദേ ഷുഡ് നോ ഹിം ഓർ ഹെർ സെൽഫ് ആൻഡ് എംപത്തൈസ് വിത്ത് ക്ലയൻസ് ഇല്ലേ? മറ്റൊരാളുടെ അവസ്ഥ നമുക്ക് അനുഭവിച്ച് പോകണം ഇല്ലേ? അത് ഫീൽ ചെയ്ത് പോയെങ്കിലും നമുക്ക് ആ ലെവലിലേക്ക് നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വിതൗട്ട് ബിക്കമിങ് പേഴ്സണലി ഇൻവോൾവ് ഓർ ഇമോഷൻ വെൻ പീപ്പിൾ ഹു ഹാവ് ഗോൺ പേഴ്സണൽ എക്സ്പീരിയൻസ് കം ടു ദം ഇല്ലേ? ഇനി നോൺ ജഡ്ജ്മെൻ്റൽ ആയിരിക്കണം. നമ്മൾ ആദ്യമേ അവരോട് സംസാരിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രയറായിട്ട് ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കരുത്. നമ്മൾ അതിൽ നിന്ന് ഒരു ഫീഡ്ബാക്കിലേക്ക് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ ശ്രമിക്കുക. നോൺ റിയാക്റ്റീവ് ആയിരിക്കണം. എന്താണ്? ഡസ് നോട്ട് റിയാക്ട് ടു ക്ലയൻസ് ഔട്ട് ബേഴ്സ്റ്റ്. ക്ലയൻസ് പെട്ടെന്നായിരിക്കും അവരുടെ ഇമോഷൻസ് വരുന്നത്. സോ അതിലേക്ക് പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുക. നമുക്ക് സ്ട്രോങ് ഇമോഷൻസ് ആയിരിക്കണം അല്ലേ? അവരെ എന്ത് ചെയ്യണം? നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇനി ഹൈ ടോളറൻസ് എന്ന് പറയുന്നത്, ദ കൗൺസിലർ ഷുഡ് റിമെയിൻ കാം വെൻ പ്ലേസ്ഡ് ഇൻ ടെൻസ് ആൻഡ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അല്ലേ? ഇനി ആ ഒരു ആൾക്കാർ എന്ത് വേണം? ദേ മസ്റ്റ് ബി സ്പെസിഫിക്കലി ട്രെയിൻഡ് പേഴ്സൺസ് ആയിരിക്കണം അല്ലേ? മറ്റുള്ളവരെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കൗൺസിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയമേ ട്രെയിൻഡ് ആയിരിക്കണ്ടേ? സോ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഒരു എഫക്റ്റീവ് കരിയർ കൗൺസിലറിൻ്റെ അല്ലെങ്കിൽ പോസിബിൾ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് കരിയർ ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ എന്താണ് ക്രൈസിസ് കൗൺസിലിംഗ് സ്ട്രെങ്ത്? ഇറ്റ് ഈസ് ബ്രീഫ് ആൻഡ് ഡയറക്റ്റ് ആയിരിക്കണം. ഇറ്റ് ഹാസ് മോഡസ്റ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ഗോൾസ്. ഇറ്റ് ഈസ് മോർ ഇൻറ്റൻസ് ആൻഡ് റെഗുലർ കൗൺസിലിംഗ് ദാൻ റെഗുലർ കൗൺസിലിംഗ് ആൻഡ് ഷുഡ് ബി ട്രാൻസിഷണൽ ഇൻ നേച്ചർ അല്ലേ? സാധാ ഒരു കൗൺസിലിംഗ് പോലെയല്ല. നമ്മൾ അയാളുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി വേണം അയാളെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ ഈ ക്രൈസിസ് കൗൺസിലിങ്സ് ഒക്കെ ആവശ്യമുള്ള സിറ്റുവേഷനിൽ മാത്രമേ സാധാരണ ഇതൊക്കെ ചെയ്യാറുള്ളൂ. സോ അതതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാം. ഇറ്റ് ഡസ് നോട്ട് ഗോ വെരി ഡീപ്പ് വിത്ത് റെസൊല്യൂഷൻ. സിറ്റുവേഷനുമായിട്ട് അത് ഡെപ്തിലേക്ക് പോവില്ല. ഒരു ടൈംലി റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ്. അത് മാത്രമല്ല, ഇതൊരു വൺ ടൈം അല്ലെങ്കിൽ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ടെക്നിക്കും കൂടെയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഒരു ക്രൈസിസ് കൗൺസിലിംഗിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ വാട്ട് ആർ ദി ജനറൽ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ക്രൈസിസ് കൗൺസിലിംഗ്? ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടാവും? ഫസ്റ്റ് കോൺടാക്റ്റ് ഉണ്ടാവും, ലോങ് ആൻഡ് ഷോർട്ട് ടേം ഗോൾസ് ഉണ്ടാവും, മേക്കിംഗ് എ പ്ലാൻ ആൻഡ് ടെർമിനേഷൻ. അപ്പോൾ ഓരോന്നും ബ്രീഫായിട്ടൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് കോൺടാക്റ്റ്? അപ്പോൾ ഫസ്റ്റ് കോൺടാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഗെറ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ ഓഫ് ദ ക്ലയൻറ്റ്. അത് വേറെ ഒന്നുമല്ല, നമുക്കറിയാം ഒരു ക്രൈസിസ് ഫേസ് ചെയ്ത ഒരാളെ നമ്മൾ കൗൺസിലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? കൗൺസിലർ എന്ത് ചെയ്യും? ഇയാളുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കും. എന്തിനു വേണ്ടിയിട്ട്? എന്തൊക്കെ സിറ്റുവേഷനാണ് ഇയാൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സോ എന്തൊക്കെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്, അതേപ്പറ്റി കൂടുതൽ അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? അയാൾക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ഫസ്റ്റ് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഗെറ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ ഓഫ് ദ ക്ലയൻറ്റ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലയൻറ്റിൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ് നമ്മൾ അതിൽ നിന്നും നമ്മൾ വിലയിരുത്തും. എന്നിട്ട് എന്ത് ചെയ്യും? പേഴ്സണിനെ നമ്മൾ ഒരു കംഫർട്ടബിൾ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. സോ ദിസ് കംസ് ഇൻ ഫസ്റ്റ് കോൺടാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലോങ് ടേം, എന്താണ് ഷോർട്ട് ടേം ഗോൾസ് എന്ന് നോക്കാം. അപ്പോൾ ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും ആളെ കാം ഡൗൺ ചെയ്തിട്ട് അയാളുടെ പേടി, പെട്ടെന്നുണ്ടാകുന്ന ഭയം, ഇതെല്ലാം ഇതിൽ നിന്നും അയാളെ ഒന്ന് റിലീവ് ചെയ്യിക്കുക അല്ലേ? രാത്രിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്ലഡൊക്കെ സംഭവിച്ച് വീട് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് താൽക്കാലികമായിട്ടൊരു താമസ സൗകര്യവും അതേപോലെ ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള സഹായവും ഒക്കെ നൽകി അവരെ ടെമ്പററി ആയിട്ട്
ഒരു താൽക്കാലികമായിട്ട് അവർ ഈ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് കര കയറ്റുവാൻ ശ്രമിക്കുക. ഇതിനെയാണ് നമുക്ക് ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ലോങ് ടേം ഗോൾസ്? ലോങ് ടേം ഗോൾസ് എന്ന് പറയുമ്പം ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫ്ലഡ് ഫേസ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അഗ്രികൾച്ചറാണ് അവരുടെ ജോബെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വീട് ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമനൻറ്റ് ഹൗസിങ് മെത്തേഡ്സും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക. പിന്നെ ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജോബ്, അല്ലെങ്കിൽ ഇനി അയാളുടെ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത് പുതിയൊരു ജോലി കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? മേക്കിംഗ് എ പ്ലാൻ. അപ്പോൾ എന്താണ് ഈ മേക്കിംഗ് എ പ്ലാൻ എന്ന് പറയുന്നത്? അപ്പോൾ നമുക്കറിയാം, ഈ ക്രൈസിസ് ഒക്കെ ഫേസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരെ ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഡെസിഷൻ മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുക, ഇതൊന്നും അവരെ കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? സോ അപ്പോൾ എന്ത് ചെയ്യും? ഈ കൗൺസിലേഴ്സ് എന്ത് ചെയ്യും? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് നോട്ട് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യാനുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് റിമൈൻഡ് ചെയ്യിക്കാനുള്ളത്. അപ്പോൾ ഇവരെ നമ്മൾ പേഴ്സണലി, ഈ കൗൺസിലേഴ്സ് ഇവരുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു സെഷനിൽ തന്നെ എന്തൊക്കെയാണ് ഇവരുടെ പ്രയോറിറ്റീസ്, എന്തൊക്കെയാണ് എന്നുള്ളത് അവർ തന്നെ നോട്ട് ഡൗൺ ചെയ്തിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ സെഷൻ എന്ത് ചെയ്യും? ഈ പ്ലാൻ എന്ത് ചെയ്യും? അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ആ ഒരു പ്ലാനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു അവർക്ക് എന്ത് വേണോ അതിലേക്ക് അവരെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇതാണ് ഇതിൽ നടക്കുന്നത്, മേക്കിംഗ് എ പ്ലാനിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രൊസീജിയർ. ഇനി നെക്സ്റ്റ് വൺ, ടെർമിനേഷൻ. അപ്പോൾ എന്താണ് ടെർമിനേഷൻ എന്ന് നോക്കാം. നമുക്കറിയാം, ക്രൈസിസ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ ഒരു സെഷൻ ഇറ്റ് ഈസ് വെരി ബ്രീഫ്. അപ്പോൾ സാധാരണ ഈ എല്ലാ കാര്യങ്ങളും ഒരു സെഷനുള്ളിൽ തന്നെ അങ്ങ് കണ്ടക്ട് ആയി തീരും. അപ്പോൾ ഈ ഒറ്റ സെഷനുള്ളിൽ തന്നെ എന്താ പറയുക, ഇതിനാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ക്രൈസിസ് കൗൺസിലിംഗ് വഴി ഉരുത്തിരിവാവുന്ന ഒരുപാട് കൺക്ലൂഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾസ് സെറ്റ് ചെയ്യുക, അതേപോലെ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. സോ അതിൻ്റെയൊക്കെ ഈ ക്രൈസിസ് കൗൺസിലിംഗ് ടെർമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ്, ഇത് ക്രൈസിസ് ഇൻ്റർവെൻഷൻ എങ്ങനെയാണ് നമുക്ക് എൻഡ് ചെയ്യുന്നതെന്ന് പറയാം. ഇറ്റ് വിൽ മേക്ക് എ പ്ലാൻ, അല്ലേ? സോ ഒരു കോൺക്രീറ്റ് പ്ലാൻ അവർ സെറ്റ് ചെയ്യും. ഈ പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി റിട്ടൺ ആൻഡ് ഗിവൺ ടു ദ പേഴ്സൺ, അല്ലേ? അങ്ങനെ അവർക്ക് ഈ പറയുന്ന പ്ലാൻ ഈ ഫേസ് ചെയ്ത്, അല്ലെങ്കിൽ ക്രൈസിസ് ഫേസ് ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുകയാണ്? ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഇതാണ് അവരുടെ ലക്ഷ്യം, ഇതിലേക്ക് അവരെ ഗൈഡ് ചെയ്യണം. സോ ഒരു റിട്ടൺ പ്ലാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ രീതിയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ടെർമിനേഷൻ റൈസ് ചെയ്യുന്നതും. സോ ആൻഡ് ദ കൗൺസിലർ, ഇനി ഇയാൾക്ക് ഇൻ ഫ്യൂച്ചറിൽ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, കൗൺസിലറിൽ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാണേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റെഫറൻസും പ്രൊവൈഡ് ചെയ്യുക, അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, ക്രൈസിസ് കൗൺസിലിങ്ങിനകത്ത് വരുന്നത്. ഞാനിത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ബട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. നമുക്കത് എന്താ പറയുക, ഇതിൽ നിന്നും പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന് ഷോർട്ട് ചെയ്ത് എഴുതിയിരുന്നാൽ മതി. ആ 4 സ്റ്റെപ്സൊക്കെ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയിൻറ്റ്സ് ഇതിൽ വെച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ അത് കൺക്ലൂഡ് ചെയ്ത് എഴുതിയിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു ഓൾ.